ഒരു രസകരമായ ഇംഗ്ലീഷിലെ പ്രയോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അഫ്രൈഡ്, നമുക്കൊക്കെ അറിയാം. അഫ്രൈഡ് എന്നാൽ ഭയപ്പെട്ടു. ഐ ആം അഫ്രൈഡ്, ഞാൻ ഭയപ്പെട്ടു എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ളത്. എനിക്ക് പേടിയാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. പക്ഷേ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം ഈ ഐ ആം അഫ്രൈഡ് എന്ന പ്രയോഗത്തിനുണ്ട്. ഐ ആം അഫ്രൈഡ് എന്നുള്ളതിന് ക്ഷമിക്കണം, ഖേദിക്കുന്നു, നിർഭാഗ്യവശാൽ എന്നൊക്കെയുള്ള അർത്ഥം കൂടിയുണ്ട്. ഐ ആം അഫ്രൈഡ് ഓഫ് സ്നേക്സ്, ഐ ആം അഫ്രൈഡ് ഓഫ് ഡോഗ്സ്. എനിക്ക് പാമ്പുകളെ പേടിയാണ്, എനിക്ക് നായകളെ പേടിയാണ്. അത് ശരിയാണ്. എന്നാൽ ഐ ആം അഫ്രൈഡ് വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ നോക്കിയാൽ അതിൻ്റെ അർത്ഥം തീരെ മാറിപ്പോകുന്നത് കാണാം. ഐ ആം അഫ്രൈഡ് ഐ കോണ്ട് ഹെൽപ്പ് യു ടുഡേ എന്ന് പറഞ്ഞാൽ സോറി, നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വിനീതമായി വിനയാന്വിതനായി പറയുമ്പോഴാണ് ഐ ആം അഫ്രൈഡ് വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത്. ഇതിന് ഭയമോ പേടിയുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. എവിടെയാണ് ഇത് വളരെ വിനയാന്വിതമായി സംസാരിക്കുന്നത്, എവിടെയാണ് ഇത് പേടിയുണ്ട് എന്ന് സംസാരിക്കുന്നത് എന്നുള്ളത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവാണ്. അത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നോ, യു കാൺട്ട് ഡു ദാറ്റ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് പൊളൈറ്റ്നെസ് കുറച്ച് കുറവാണ്, കുറച്ച് ഉറച്ച ശബ്ദത്തിലാണ് പറയുക. പക്ഷേ നമ്മളൊരാളോട് കുറച്ചുകൂടി ലളിതമായി വിനയത്തോടു കൂടി താങ്കൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിനാണ് ഐ ആം അഫ്രൈഡ് യു കാൺട്ട് ഡു ദാറ്റ് എന്ന് പറയുന്നത്. ഐ ആം അഫ്രൈഡ് ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഐ ആം അഫ്രൈഡ് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ എന്നൊക്കെ നമ്മൾ വളരെ വിനയത്തോടു കൂടി പറയില്ലേ. ഇവിടെയാണ് ഐ ആം അഫ്രൈഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഐ ആം അഫ്രൈഡ് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു, ക്ഷമിക്കണം എന്നോട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയൂ. മറ്റ് പ്രോനൗൺസ് ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഈ പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവാണ്, സന്ദർഭത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഓക്കെ, താങ്ക് യു.